എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വക്കീലിനെ കണ്ടിട്ട് ബാലേന്ദ്രനും അലീനയും കൂടെ ശിവൻ്റെയൊക്കെ അടുത്തേക്ക് വരുവാണേ. അന്നേരം ശിവനൊക്കെ പരിഭവം. കാരണം തൻ്റെ മോൻ രക്ഷപ്പെട്ടല്ലോ, ഇനിയിപ്പോൾ പ്രശ്നമില്ലല്ലോ, ആ പെങ്കൊച്ച് മൊഴി മാറ്റി പറഞ്ഞതുകൊണ്ട് ഇനി പേടിക്കാനൊന്നുമില്ല എന്ന് പറയുമ്പം അതൊന്നും പറയാൻ പറ്റില്ല. ഇനി ജാമ്യം അനുവദിക്കുകയില്ലയോ എന്ന് വിധി വന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ എന്ന് ബാലേന്ദ്രൻ പറയുമ്പം ശിവൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ അകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ രോഹിത്തിന് ജാമ്യം കിട്ടും. പക്ഷേ ഹരിയുടെ കാര്യം അങ്ങനെയല്ല. അലീനെ കൊണ്ട് ശരണ്യയോട് പറയിപ്പിച്ച് അവൻ്റെ കാര്യം റെഡിയാക്കി എടുത്തില്ലേ, അങ്ങനെയാണെങ്കിൽ നിനക്ക് രോഹിത്തിൻ്റെ കൂടെ ഹരിയുടെ പേരൂടെ പറയാമായിരുന്നില്ലേ എന്നിങ്ങനെ ശിവൻ ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട് അതിന് ഞാൻ ആരോടും റെക്കമെൻഡ് ചെയ്തില്ല എന്ന്. അതുപോലെ ബാലേന്ദ്രനും പറയുന്നുണ്ട് അലീന ശരണ്യയോട് ആ രീതിയിൽ സംസാരിച്ചിട്ടില്ലെന്ന്. പക്ഷേ ശിവൻ സമ്മതിക്കുന്നില്ല. എനിക്കറിയാം നിങ്ങൾ റെക്കമെൻഡ് ചെയ്തുകൊണ്ടാണ് ആ പെൺകുട്ടി മൊഴി മാറ്റിയത് എന്ന് എനിക്കറിയാം. ഏതായാലും രോഹിത് രക്ഷപ്പെട്ടല്ലോ, എൻ്റെ മകൻ ജയിലിൽ കിടക്കട്ടെ എന്നാണല്ലേ എന്നൊക്കെ ഇങ്ങനെ ഒരു പരിഭവം പോലെ ഇങ്ങ് പറയുക കേട്ടോ. എന്നിട്ട് ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന മനു പറയുന്നുണ്ട് അലീന ആ രീതിയിൽ സംസാരിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം. അങ്കിള് അങ്ങനെ സംസാരിക്കുന്ന കാര്യം അലീനയോട് സൂചിപ്പിച്ചപ്പോഴും അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നാണ് അലീന പറഞ്ഞത് എന്ന് പറയുമ്പം ശിവൻ പറയുന്നുണ്ട് അങ്ങനെയല്ല, അലീന അവിടെ പോവുകയും അവളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് തന്നെയാണ് അവൾക്ക് മനമാറ്റം ഉണ്ടായത്. അത് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുന്നു. ആകെ അങ്ങ് തളർന്നു പോയിട്ടോ. രോഹിത്തിന് ജാമ്യം കിട്ടുകയും ഹരി ജയിലിലേക്ക് പോവുകയും ചെയ്യുന്നൊരവസ്ഥ അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അന്നേരം വീണ്ടും ഈ രീതിയിൽ സംസാരിക്കും. ഇതെന്താ ശിവേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അവന് വേണ്ടി ഹരിക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധം മാത്രമേ എനിക്കുള്ളൂ എന്ന് പറയുമ്പം അതൊന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല ശിവൻ. അന്നേരം മനു പറയുന്നുണ്ട് അച്ഛൻ ഈ കാര്യങ്ങളൊന്നും അറിയാഞ്ഞിട്ടാണോ, എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം അലീന ഇതിൻ്റെ അകത്ത് ഒരു രീതിയിലും ശരണ്യെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന്. പലപ്പോഴും ഞങ്ങളെല്ലാം നിർബന്ധിച്ചപ്പോഴും എന്നെക്കൊണ്ട് അത് പറ്റില്ല എന്നാണ് അലീന പറഞ്ഞത്. അതുകൊണ്ട് അതിൻ്റെ പേരിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്നു. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ജാമ്യം കിട്ടിയില്ലല്ലോ, കിട്ടട്ടെ എന്നിട്ട് പോരെ ഇങ്ങനെയുള്ള പരിഭവങ്ങളൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് അലീന ശിവനോട് പറയുന്നുണ്ട് ഇനിയിപ്പം അങ്ങനെ ഒരു കാര്യം പറയാനുള്ള സാഹചര്യം ഉണ്ടായാൽ പോലും ഞാൻ ഹരിക്ക് വേണ്ടി ഒരക്ഷരം പോലും സംസാരിക്കില്ലായിരുന്നു അങ്കിളെ. കാരണം എനിക്ക് നന്നായിട്ട് അറിയാം ഹരി എന്തൊക്കെയാണ് എന്നോട് ചെയ്തിട്ടുള്ളതെന്നും രോഹിത് എന്താണ് എന്നോട് ചെയ്തിട്ടുള്ളതെന്നും എനിക്ക് നല്ല ബോധ്യമുള്ള കാര്യമാണ് എന്ന് അലീന പറയുന്നുണ്ട്. അത്രയെങ്കിലും വാ തുറന്ന് നല്ല വൃത്തിയായിട്ട് അങ്ങ് പറഞ്ഞല്ലോ, അതേതായാലും നന്നായി. പിന്നെ സംസാരിക്കാൻ ശിവന് വാക്കുകൾ കിട്ടുന്നില്ല. ആ സംസാരം അവിടെ വെച്ചങ്ങ് നിൽക്കുന്നു. അത് കഴിഞ്ഞ് അവർ വക്കീലിനെ കാണാനായിട്ട് ചെല്ലുവാണ്. അപ്പോഴത്തേക്കും വക്കീൽ ഇറങ്ങി വരും. മേനോൻ സാറേ ഏതായാലും രക്ഷപ്പെട്ടു കേട്ടോ, നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ രോഹിത്തിന് ജാമ്യം കിട്ടിയെന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് നമുക്കിപ്പം ഇന്ന് തന്നെ കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന്. അന്നേരം ഇല്ല, ഇപ്പം സമയം ഇത്രയായില്ലേ, ജയിലിൽ കുറച്ച് നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞ് നാളെ രാവിലെ തന്നെ സബ് ജയിലിൽ നിന്ന് രോഹിത്തിനെ കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റും, ഏതായാലും നമുക്ക് നാളെ കാണാൻ കേട്ടോ എന്ന് പറയും. എന്നിട്ട് അതിനിടയ്ക്ക് വക്കീൽ എടുത്ത് പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ആ പെൺകുട്ടി മൊഴി മാറ്റിയത് കൊണ്ട് മാത്രമാണ് ജാമ്യം കിട്ടിയത്. ഒരു വക്കീലെന്ന നിലയിൽ ജാമ്യം കിട്ടാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, വക്കീലിൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് ഞാനൊരു ഒപ്പിടുക മാത്രമാണ് ചെയ്തത്, അതും മേനോൻ സാർ അറിഞ്ഞോട്ടോ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അവരങ്ങ് പോയി കഴിയുമ്പോഴേക്കും വീണ്ടും ശിവനും മനുവും കൂടെ അങ്ങോട്ട് വരും. ജാമ്യം കിട്ടിയിട്ടില്ല ഹരിയെ 30 ദിവസത്തേക്കാണ് ഹരിയെ മറ്റു 3 പേരെയും റിമാൻഡ് ചെയ്തേക്കുന്നത്. അതുമാത്രമല്ല ഹരിയുടെ കൂടെയുള്ള മറ്റു 2 പേരുണ്ടല്ലോ, അവരുടെ വീട്ടുകാർ പോലും കോടതിയിലേക്ക് വന്നിട്ടില്ല നാണക്കേട് കാരണം. അതിലൊരാളുടെ അച്ഛനും അമ്മയും അവരെല്ലാവരും പുറത്താണ് താനും. ഏതായാലും ഭയങ്കര സങ്കടത്തിലാണ് ശിവൻ. ഇനിയിപ്പം 30 ദിവസം എണ്ണി തീർക്കണം എന്നൊക്കെ ഇങ്ങനെ വിഷമത്തോടെ പറയുക. അന്നേരം ബാലേന്ദ്രൻ കമലയിടത്തിയുടെ കാര്യം ഇനി എന്താവും എന്ന് ചോദിക്കുമ്പം ശിവൻ പറയുവാണ് ഞങ്ങളിങ്ങ് പോരുന്നതിന് മുമ്പ് അവൾ അമ്പലത്തിൽ പോയി മകന് വേണ്ടി എന്തൊക്കെയോ വഴിപാടൊക്കെ കഴിച്ചിട്ടുണ്ട് ജാമ്യം കിട്ടാൻ വേണ്ടി. ഇനിയിപ്പോൾ ഇതറിയുമ്പം എന്താകുമെന്ന് അറിയില്ല. പിന്നെ ഇപ്പോഴും അവൾ വിചാരിച്ചേക്കുന്നത് അടുത്തിരിക്കുന്ന കൊച്ചിനെ സ്കൂളിൽ പഠിക്കുമ്പം പിച്ചും മാന്തമൊക്കെ ചെയ്യുമല്ലോ, അതുപോലെ എന്തോ കേസാണെന്നാണ്. ചിന്തിക്കാനുള്ള വലിയ ബുദ്ധിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്ത് പൊയ്ക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ വിഷമത്തിൽ അങ്ങ് എന്നാൽ ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ്. അന്നേരം ശിവൻ അങ്ങ് പോയി കഴിയുമ്പം ബാലേന്ദ്രൻ ആകെ വിഷമം ശിവൻ്റെ അവസ്ഥ കണ്ടിട്ട്. അന്നേരം ശിവേട്ടൻ ആകെ തളർന്ന് ആകെ മനസ്സ് തകർന്ന അവസ്ഥയിലാണല്ലോ മനു എന്നിങ്ങനെ മനുവിനോട് സംസാരിക്കുമ്പം അത് സാരമില്ല, ഞങ്ങളിതെല്ലാം പ്രതീക്ഷിച്ചാണ് ഇങ്ങോട്ട് വന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല, അതൊക്കെ ഓവർകം ചെയ്തോളൂ എന്ന് പറയുന്നു. അതുപോലെ അങ്കിളിനിപ്പോൾ സമാധാനമായില്ലേ എന്ന് ചോദിക്കുമ്പം എന്താ ചെയ്യുന്നത് എന്ന് എനിക്കറിയത്തില്ല, രോഹിത്തിന് ജാമ്യം കിട്ടി, പക്ഷേ അവനെ ഏത് രീതിയിലാണ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത് എന്ന് അറിയില്ലല്ലോ എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട് അതൊന്നും സാരമില്ല, ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റിയെങ്കിൽ ഇനിയുള്ളതും നമുക്ക് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. സാങ്കിൾ ഏതായാലും സമാധാനമായിട്ട് ഇരിക്കുക, അവനെ കൂട്ടിക്കൊണ്ട് വന്നതിന് ശേഷം ഞാൻ വീട്ടിലോട്ട് വരാം, അവനെ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് മനുവും പോകുന്നു. അത് കഴിഞ്ഞ് അവർ വണ്ടിയിൽ ഇങ്ങ് പോരുവാണ്.
പോരുന്ന സമയത്ത് ബാലേന്ദ്രൻ ഗോവർദ്ധനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഗോവർദ്ധൻ പോയായിരുന്നു. എന്നിട്ട് കോടതിയിലേക്ക് തിരിച്ചു വരുന്ന സമയത്താണ് ഇങ്ങനെ വിളിക്കുന്നത്. അന്നേരം ജാമ്യം കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ ഗോവർദ്ധനും ഭയങ്കര സന്തോഷം. ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയുമ്പം ഇനിയിപ്പോൾ കോടതിയിലോട്ട് വരുമൊന്നും വേണ്ട, നാളെ രാവിലെ രോഹിത്തിനെ ജയിലിൽ നിന്ന് റിലീസ് ചെയ്യുള്ളൂ, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണെന്നുള്ള കാര്യമൊക്കെ പറയും. അത് കഴിഞ്ഞ് ഫോം വയ്ക്കും. ഫോം വെച്ച് കഴിയുമ്പം അലീന പറയുവാണ്, കൃഷ്ണമോളോട് കാര്യമൊന്നും വിളിച്ച് പറഞ്ഞില്ല, അവൾ ഇതെല്ലാം കഴിയുമ്പോൾ ഒരു മെസ്സേജ് എങ്കിലും ഇടണമെന്ന് എന്നോട് പറഞ്ഞതായിരുന്നു, ഞാൻ ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പം അത് സാരമില്ല മോളെ, നമ്മൾ വീട്ടിലോട്ടല്ലേ ചെല്ലുന്നേ എന്ന് ബാലേന്ദ്രൻ പറയും. അന്നേരം അതല്ല അച്ഛാ, എന്നോടൊരു മെസ്സേജ് എങ്കിലും ഇടണമെന്ന് അവൾ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് ഫോം വിളിക്കും. ഫോം വിളിച്ച് ഇങ്ങനെ രോഹിത്തിന് ജാമ്യം കിട്ടിയ കാര്യം പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കൃഷ്ണമോൾക്കും. ഏതായാലും നന്നായി. എന്തുകൊണ്ടാണ് രോഹിയേട്ടന് മാത്രമായിട്ട് ജാമ്യം കിട്ടിയത്, മറ്റുള്ളവർക്ക് കിട്ടാതിരുന്നത് എന്താണ് എന്നൊക്കെ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്. അന്നേരം അലീന പറയുന്നുണ്ട്, ശരണ്യ കോടതിയിൽ കയറി എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് തന്നെ ജഡ്ജിയെ ബോധിപ്പിച്ചു. ജഡ്ജി തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചപ്പോൾ പറയാനുള്ളതൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു. രോഹിത്ത് അവളെ ഒരു തരത്തിലും ഉപദ്രവിച്ചിട്ടില്ല എന്ന് അവൾ പറഞ്ഞു, അതുകൊണ്ടാണ് രോഹിത്തിന് ജാമ്യം കിട്ടിയത് എന്നൊക്കെ പറയുമ്പം കൃഷ്ണ പറയുന്നുണ്ട്, ഇതിനെല്ലാം കാരണം ചേച്ചിയാണ് എന്ന്. അന്നേരം അലീന പറയും, ഞാൻ എന്ത് ചെയ്തു എന്നാണ് നീ പറയുന്നത്? ഞാൻ അവളെ കുറച്ച് സ്നേഹിച്ചു, അവളെ ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റാൻ ഞാൻ ശ്രമിച്ചു, ഇത്രയേ ഞാൻ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ രോഹിത്തിന് വേണ്ടി ഞാൻ അവളോട് റെക്കമെൻഡ് ചെയ്തിട്ടൊന്നുമില്ല. അത് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല എന്ന് പറയുവാണ്. അന്നേരം കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, രോഹിയേട്ടന് ജാമ്യം കിട്ടാത്തതുകൊണ്ട് എങ്ങനെ അങ്കിളിനൊക്കെ വിഷമമാണോ എന്ന് ചോദിക്കുമ്പം അവർ നമ്മളോട് ഏതാണ്ട് പിണങ്ങിയതുപോലെയാണ് പോയേക്കുന്നത്. ഞാൻ കാരണം രോഹിത്തിന് ജാമ്യം കിട്ടി, ഹരിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല എന്നുള്ള രീതിയിലൊക്കെ അവർ സംസാരിച്ചു എന്ന് പറയുമ്പം കൃഷ്ണമോൾ പറയുന്നുണ്ട്, ശരിക്കും ചേച്ചി കാരണം തന്നെയാണ് ജാമ്യം കിട്ടിയത്. കാരണം ചേച്ചിയുടെ സ്നേഹവും ഇഷ്ടവും ഒക്കെ അനുഭവിച്ചതിന് ശേഷം അത് നഷ്ടപ്പെട്ടു പോകുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഏതായാലും ശരണ്യ അതുകൊണ്ടായിരിക്കും കോടതിയിൽ കയറി സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞത്. ചേച്ചി ഇതിനിടയ്ക്ക് രോഹിയേട്ടന് വേണ്ടി സൈലൻ്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം എന്ന് കൃഷ്ണമോൾ പറയുമ്പോൾ, ആഹാ അത് കൊള്ളാലോ, നീ ഇതിനിടയ്ക്ക് അത്രയൊക്കെ ചിന്തിച്ചോ എന്ന് ചോദിക്കും. അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട്, എന്നാലും ശരണ്യ സമ്മതിക്കണം, ഇത്രയും പേരുടെ പ്രഷർ ചുറ്റുമുള്ളപ്പോഴും അവൾ ആ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഒരുപാട് പെയിൻ അനുഭവിച്ചു കാണും ഇതിനിടയ്ക്ക് എന്ന് ഇങ്ങനെ പറയുമ്പം അലീന പറയുന്നുണ്ട്, ശരിയാ നീ ആ പറഞ്ഞത്, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല, അവൾ സത്യം പറഞ്ഞല്ലോ, രോഹിക്ക് ജാമ്യം കിട്ടിയല്ലോ എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഫോം വയ്ക്കുന്നു. ഫോം വെച്ച് കഴിയുമ്പോഴേക്കും അടുത്തത് വക്കീൽ വിളിക്കും. മേനോൻ സാറേ നമ്മൾ ജയിച്ചല്ലോ എന്നിങ്ങനെ പറയും കേട്ടോ ഫോം വിളിച്ചത്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ജയിച്ചത് നമ്മൾ ആരുമല്ല, രണ്ട് പേരാണ്, ഒന്ന് എൻ്റെ മകളും, ഒന്ന് ഇത്രയും പ്രഷറുണ്ടായിട്ടും പോലീസുകാരെയും സമുദായക്കാരെയും രാഷ്ട്രീയക്കാരെയും എല്ലാം മാറ്റി നിർത്തി സത്യം പറയാനുള്ള ധൈര്യം കാണിച്ച ആ പെൺകുട്ടി ശരണ്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും നാളെ ജയിലിൻ്റെ അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് അവർ ഫോം വയ്ക്കുന്നു. അത് കഴിഞ്ഞ് അവർ വീട്ടിലോട്ട് വരുന്ന കോളിംഗ് ബെൽ അടിക്കുന്നത് വന്ന് വാതിൽ തുറക്കുന്നത് ഭവതിയാണ്. ഭവതി ഇങ്ങനെ നോക്കുക കേട്ടോ ചുറ്റും. അന്നേരം നീ ആരെയാ ഈ നോക്കുന്നത് എന്ന് ചോദിക്കുമ്പം രോഹിയേട്ടൻ വന്നില്ലേ എന്ന് ചോദിക്കും. അന്നേരം അവനെയാണ് നോക്കിയത്, അങ്ങനെ അവനെ ഇങ്ങനെ പെട്ടെന്ന് കൊണ്ടുവരാനൊന്നും പറ്റിയില്ല, അവനെ തിരിച്ചു കൊണ്ടുപോകണമെങ്കിൽ ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് ബാലേന്ദ്രൻ പറയുന്നു. അന്നേരം എങ്ങനെയാണ് രോഹിയേട്ടന് മാത്രം ജാമ്യം കിട്ടിയത്, എന്താ ഹരിക്ക് കിട്ടാതിരുന്നത് എന്ന് ചോദിക്കും. അതെന്താ അവന് കിട്ടണമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതല്ല കിട്ടാത്തത് എന്താണെന്ന് ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ പറയുവാണ്, ഹരിക്ക് ആലീനെ പോലെ ഒരു പെങ്ങളില്ലാതെ പോയി, അതുകൊണ്ടാണ് അവന് ജാമ്യം കിട്ടാതെ പോയത് എന്ന്. അന്നേരം അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ഭവതിക്ക്. അതുകൊണ്ട് അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കും. ജാമ്യം കിട്ടാൻ വേണ്ടി ഇവൾ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുവാണ്. അന്നേരം എന്താ നീ എന്തെങ്കിലും ചെയ്തോ അലീനെ എന്ന് ബാലേന്ദ്രൻ ചോദിക്കും. അന്നേരം അലീന പറയും, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ അവളുടെ അടുത്ത് പോയി അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു, അത്രയേ ഉള്ളൂ, അതല്ലാതെ ഇതിനകത്ത് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ശരിയാ ഞാൻ ബെസ്റ്റ് ആളോടാണ് ചോദിച്ചതെന്ന്. അന്നേരം ഭവതി പറയുവാണ്, എന്നോടും കൃഷ്ണമോളും ഇങ്ങനെയാണ് പറഞ്ഞത്, ജാമ്യം കിട്ടി എന്ന് മാത്രമേ പറഞ്ഞോളൂ, അല്ലാതെ വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തുകൊണ്ടാണെന്ന് അവളും പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ആണല്ലോ അതവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങ് കയറി പോകുന്നു. പോയി കഴിയുമ്പോഴേക്കും ഭവതിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ഇതൊന്നും. അതുകൊണ്ട് പറയുക, ഇവിടെ ഓരോരുത്തരുടെ വിചാരം അവരേതാണ്ട് ചെയ്തുകൊണ്ടാണ് ജാമ്യം കിട്ടിയതെന്നാണ് എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ കുത്തി പറയുക. അന്നേരം അലീന ഒന്നും മിണ്ടുന്നില്ല, ചിരിച്ചിട്ട് അലീന അങ്ങോട്ട് പോകുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശരണ്യ വീട്ടിലോട്ട് ചെല്ലുന്നതാണ്. അന്നേരം
കോളനിയിലുള്ള ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല രോഹിത്തിനെ രക്ഷപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയും മാറി നിന്ന് ഓരോന്ന് പറയുന്നുണ്ട്. ഇവർ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അവിടെയും കുറച്ച് ആൾക്കാരുണ്ട്. അവരൊക്കെ ചോദിക്കുവാണ് എന്തിനാണ് രോഹിത്തിനെ രക്ഷപ്പെടുത്തിയത്, അതിൻ്റെ ആവശ്യം എന്തായിരുന്നു, അവൻ ഈ പെൺകൊച്ചിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കാതെ കണ്ടു നിൽക്കുമല്ലായിരുന്നു, അപ്പോൾ അവനും ശിക്ഷ കിട്ടേണ്ടതല്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു. അതുപോലെ അവർ വളരെ മോശമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. കാരണം ബാലേന്ദ്രൻ സ്വർണ്ണക്കടക്കാരനൊക്കെ ആയതുകൊണ്ട് ഇഷ്ടംപോലെ പണം കിട്ടിയതുകൊണ്ട് മൊഴി മാറ്റിയതാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഇവരിങ്ങനെ കുത്തി പറയുക കേട്ടോ. നാട്ടുകാർ മൊത്തം കൂടെ നിന്നു, ഇവർക്ക് വേണ്ടി വെയിൽ കൊണ്ട് സമരം ചെയ്തു, അതൊക്കെ വെറുതെ ആയി എന്നൊക്കെ പറഞ്ഞ് കുറേ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ആകെ വിഷമിച്ച് ഇവരകത്തേക്ക് പോവുക. അന്നേരം അതുപോലെ അച്ഛനോടും അമ്മയോടും ഒക്കെ പറയുന്നുണ്ട്, മോൾക്ക് വിവരമില്ലെങ്കിൽ നിങ്ങൾ വേണ്ടായിരുന്നോ പറഞ്ഞു കൊടുക്കാൻ എന്നൊക്കെ ചോദിച്ച് അവരെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. ഏതായാലും ഇതെല്ലാം കഴിഞ്ഞ് അവർ വീടിൻ്റെ അകത്തോട്ട് കയറി നിന്നതിന് ശേഷം കുറേ നേരം അമ്മ കരയുന്നുണ്ട്. അത് കഴിഞ്ഞ് ശരണി റൂമിലോട്ട് ചെല്ലുമ്പോൾ അച്ഛൻ അവിടെ ചെന്നിട്ട് ദേഷ്യപ്പെടുക. നിന്നോട് എത്ര തവണ പറഞ്ഞതാണ് എന്താണ് കോടതിയിൽ പറയേണ്ടത് എന്നൊക്കെ, എന്നിട്ട് നീ എന്താ ഈ കാണിച്ചു വെച്ചേക്കുന്നത്, ഇതിപ്പം ഞാൻ നാട്ടുകാരോട് മൊത്തം മറുപടി പറയേണ്ട അവസ്ഥ എത്തിയില്ലേ എന്നൊക്കെ ചോദിച്ച് അച്ഛൻ ഭയങ്കരമായിട്ട് ശരണ്യയോട് ദേഷ്യപ്പെടുന്നു. എന്നിട്ട് ശരണ്യ ചോദിക്കുന്നുണ്ട്, അതിന് അച്ഛാ ഞാൻ എന്താ തെറ്റ് ചെയ്തത്, സത്യം തുറന്നു പറഞ്ഞു അത്രയല്ലേ ചെയ്തോളൂ എന്നൊക്കെ ചോദിക്കുന്നതേക്കും അമ്മ ദേഷ്യപ്പെട്ട് ചോദിക്കുമെന്ന് പറയുവാണ്, നിന്നോട് എന്താണ് പറയേണ്ടത് എന്ന് നല്ല രീതിയിൽ ഇവിടുന്ന് പറഞ്ഞു തന്നല്ലായിരുന്നോ, എന്നിട്ട് നീ എന്നത് ഈ കാണിച്ചു വെച്ചേക്കുന്നത്, ഇതിപ്പോൾ നാട്ടുകാരോട് മൊത്തം മറുപടി പറയേണ്ട അവസ്ഥ എത്തിയില്ലേ എന്നൊക്കെ പറഞ്ഞ് അമ്മ കുറ്റപ്പെടുത്തുന്നു. അതുപോലെ ഇനി സർക്കാർ ജോലി കിട്ടിയേല, ഇവർക്ക് വേണ്ടി ഫണ്ട് പിരിവ് നടത്തിയേല, നമ്മൾ ഒറ്റപ്പെട്ടു പോകും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്നിങ്ങനെ എണ്ണിപ്പേർക്ക് പറയുക കേട്ടോ. ആകെ ശരണ്യ പെട്ടുപോയ അവസ്ഥയിലായിപ്പോയി. അപ്പോഴത്തേക്കും ഗോപൻ അങ്ങോട്ട് കയറി വരും. എന്നിട്ട് ഗോപൻ പറയുന്നുണ്ട്, മകൾക്ക് ഒരു തെറ്റ് പറ്റിയപ്പോഴെങ്കിലും അച്ഛനും അമ്മയും കുറച്ച് നന്നാവും എന്നാണ് ഞാൻ കരുതിയത്, നിങ്ങൾ കുറച്ച് ബുദ്ധിപരമായിട്ട് പെരുമാറണമായിരുന്നു, ഇതിപ്പം പഠിക്കെ കൊണ്ട് കല ഉടച്ചതുപോലെ ആയില്ലേ, ഇനി സമുദായക്കാരും രാഷ്ട്രീയക്കാരും എല്ലാവരും ഇങ്ങോട്ട് വരും, അവരോടെല്ലാം മറുപടി പറയേണ്ട അവസ്ഥയിലേക്ക് എത്തും, ഇനി ഒരു മരണമോ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ നാട്ടുകാരാണ് സഹായിക്കേണ്ടത്, അവരിതെല്ലാം മനസ്സിൽ വെച്ച് നമ്മളോട് പെരുമാറും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഗോപനും കുറ്റപ്പെടുത്തുന്നുണ്ട് ശരണ്യെ. അന്നേരം ശരണി ചോദിക്കുന്നുണ്ട്, അതിന് ഞാൻ എന്ത് തെറ്റായി ചെയ്തത്, ഞാൻ സത്യം വിളിച്ചു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, എന്നെപ്പോലെ തന്നെ അബദ്ധത്തിൽ അവിടെ പെട്ടുപോയ ഒരാളെ കൂടി ശിക്ഷിക്കാതെ അയാളെ രക്ഷപ്പെടുത്തി, നടന്നത് എന്താണ് എന്ന് ഞാൻ തുറന്നു പറഞ്ഞു, അതിനാണോ നിങ്ങളിങ്ങനെ പേടിക്കുന്നത്, നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത് എന്നൊക്കെ ശരണി ചോദിക്കുമ്പം ഗോപൻ പറയുന്നുണ്ട്, ഇനി നീ കൂടുതൽ ന്യായീകരിക്കാൻ നിൽക്കണ്ട, നിൻ്റെ പിടിപ്പുകേട് കൊണ്ട് ഇവിടെ സംഭവിച്ച പല കാര്യങ്ങൾക്കും ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്നതാണ്, അതിൻ്റെ കൂടെ നീ ഇതുകൂടെ ഉണ്ടാക്കി വെച്ചില്ലേ, അതുകൊണ്ട് ഇനി നീ മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞ് ശരണ്യോട് ദേഷ്യപ്പെടുന്നുണ്ട് ഗോപൻ. അത് കഴിഞ്ഞ് ഗോപൻ ഇറങ്ങി പോകുന്നു. ആകെ വിഷമത്തിൽ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ശരണ്യ. അതുപോലെ അടുത്ത് തന്നെ അച്ഛനും അമ്മയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ ചെറുതായിട്ടൊരു പ്രൊമോയും കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ കമലയ്ക്ക് ആകെ വിഷമം, ഒരേ തെറ്റ് ചെയ്തിട്ടും രോഹിത്തിന് ജാമ്യം കിട്ടി, ഹരിക്ക് ജാമ്യം കിട്ടിയില്ല, അതിൻ്റെ സങ്കടം പറയുന്ന കമലയെ കാണിക്കുന്നുണ്ട്. പിന്നീട് ഈ സങ്കടങ്ങൾക്കൊക്കെ ഇടയ്ക്ക് ശരണ്യ അലീനെ വിളിക്കുന്നുണ്ട്. അലീന ശരണ്യെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതുപോലെ ജാമ്യം കിട്ടി മോന് എന്നറിഞ്ഞ് സന്തോഷിക്കുന്ന വൈജയന്തിയും കാണിക്കുന്നുണ്ട്.